ഹലോ വെൽക്കം ബാക്ക് എനിക്കുമ്മ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഷാർജയ്ക്ക് പോവാണ്. അപ്പോൾ ഷാർജയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഇറങ്ങി ഏകദേശം കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടി. സിഗ്നലായപ്പം വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോയിൽ ഫേസൊക്കെ കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഫേസൊക്കെ കാണിക്കാറുള്ള ഒരു മടി കൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം വെറുതെ ഒരു ഭംഗിക്ക് എടുത്ത വീഡിയോയിൽ ഒന്ന് വെറുതെ ഫേസ് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അത് ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തത് മാത്രം. അപ്പോൾ എന്നെയും മോളെയും യാത്രയാക്കാനായിട്ട് എൻ്റെ കസിൻ വന്നിട്ടുണ്ട്. കസിനാണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്. പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ചേട്ടനും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹായ്, ഞങ്ങളുടെ ഹായ് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. ഏകദേശം നമ്മളിപ്പോൾ കുറച്ച് ദൂരം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു സിഗ്നൽ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെരമാൻ ജുമാ മസ്ജിദ് അവിടെ എത്തിയെന്ന് തോന്നുന്നു, ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ ഒരു ക്രോസിംഗ് ഉണ്ട് അതിനായിട്ട് മുന്നായിട്ട്. അപ്പം എല്ലാ സ്ഥലം കറക്റ്റായിട്ട് അറിയുന്നില്ല, എന്നാലും പോകെ ചില സ്ഥലങ്ങളൊക്കെ അറിയാം അങ്ങനെ. അപ്പം ഞങ്ങൾ സിഗ്നൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പോവാണ്. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും നല്ലൊരു പാലം കിട്ടി, ഒരു ബ്രിഡ്ജ് കിട്ടി. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പോവാണ്. അപ്പോൾ കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്തു. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി കാണും. ഭയങ്കര മൂടി കെട്ടിയ ഒരു ക്ലൈമറ്റായിരുന്നു. ഇങ്ങനെ മങ്ങി നിൽക്കില്ലേ, അങ്ങനത്തെ ഒരു ക്ലൈമറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കരുതിയിട്ട് നേരത്തെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. പക്ഷേ എനിക്ക് വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നോക്കൂ, നമ്മൾ പാലും ഇറങ്ങി നല്ല ഭംഗിയുള്ള ഒരു പച്ചപ്പ്, നിറച്ച് മരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പം നമ്മൾ ഏകദേശം എറണാകുളം ആലുവ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വീണ്ടും നമുക്ക് ബ്രിഡ്ജ് കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ബ്രിഡ്ജിൽ കൂടെ കയറാണ്. എന്ത് ഭംഗിയാണ് പാലത്തിൻ്റെ 2 സൈഡൊക്കെ കാണാനായിട്ട് അല്ലേ. അപ്പോൾ അവിടുന്ന് നമ്മൾ പോവാണ്. ശരിക്കും ഇപ്പം ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഒരു 6 മണിയുടെ ഫീൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത്ര ഇങ്ങനെ മൂടി കെട്ടിയ ഒരു കാലാവസ്ഥ ക്ലൈമറ്റ് പോലെയായിരുന്നു. കാരണം 2 ദിവസം മുന്നേ നമ്മുടെ നിവർ ചുഴലിക്കാറ്റൊക്കെ വന്നു എന്ന് ന്യൂസിലൊക്കെ കേട്ടില്ലേ, വരണമെന്ന് പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ കണ്ടില്ലേ തമിഴ്നാട്ടിൽ. അപ്പോൾ അതിൻ്റേതൊരു ചെറിയൊരു മങ്ങലും ഒക്കെ ഉണ്ട്. എവിടെ എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് മഴ കിട്ടി. എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ നല്ലൊരു മഴ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ മൂടി കെട്ടിയ ഒരു കാലാവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അത് മഴയായിട്ട് കിട്ടി. അപ്പം വണ്ടിയൊക്കെ നനഞ്ഞു. അപ്പോൾ വീഡിയോ ഭയങ്കര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എയർപോർട്ടൊക്കെ നന്നായിട്ട് എടുക്കണം എന്നാണ് കരുതിയത്. പക്ഷേ അത്ര ക്ലിയറായി എടുത്തില്ല. പിന്നെ ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി. ലഗേജൊക്കെ എടുത്തു. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വശം തന്നെ 2 ലേഡീസ് സ്റ്റാഫ് വന്നിട്ട്, യൂണിഫോം ഇട്ട സ്റ്റാഫ് വന്നിട്ട് പറയും നിങ്ങൾ എവിടേക്കാന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഷാർജയ്ക്ക് എന്ന് പറഞ്ഞ വശം തന്നെ അവർ പറയും നിങ്ങൾ ഷാർജയ്ക്കല്ലേ, നിങ്ങൾ സാനിറ്റൈസേഷൻ ബാഗേജ് റാപ്പ് പോയിട്ടെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എയർപോർട്ടിൽ 2 ലേഡീസ് സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. അവർ സാനിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട് ബാഗേജിനൊക്കെ. അപ്പോൾ നമ്മൾ ഇത് വെറുതെ ചെയ്യുന്നത്, നമ്മളെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ 600 രൂപ പോയി. 2 ബാഗേജും റാപ്പ് ചെയ്യാനായിട്ട് 600 രൂപ മേടിച്ചു. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അവരുടെ സംസാരം കേട്ടപ്പോൾ നമ്മൾ ചെയ്തു പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതായത് ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് അവിടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരിക്കും. ആളുടെ കയ്യിൽ ഫോം ഉണ്ടായിരിക്കും, ഫില്ല് ചെയ്തിട്ട് നമ്മളത് പിടിക്കണം. വേറൊന്നുമല്ല, അതിൽ PNR നമ്പറും പാസ്പോർട്ട് നമ്പറും നമ്മൾ റിട്ടേൺ വരുന്ന ഡേറ്റും നമ്മൾ പോകുന്ന ഡേറ്റും റിട്ടേൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റും പാസ്പോർട്ട് നമ്പറും ഒക്കെയാണ് നമ്മൾ അതിൽ രേഖപ്പെടുത്തേണ്ടത്. അത് നമ്മൾ ഏത് ഫ്ലൈറ്റാണോ പോകുന്നത്, ഓരോ ഫ്ലൈറ്റിനും ഓരോ ഫോമാണ്
സംഭവമാണ്. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കി മേടിച്ച് ഫില്ല് ചെയ്ത് കൈ പിടിക്കുക. സത്യം പറഞ്ഞാൽ ഒട്ടും ആരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എയർപോർട്ടിൽ. ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ പണ്ടത്തെ പോലെ വീണ്ടും സജീവമായിട്ടുണ്ടായിരുന്നു ആൾക്കാർ. അതായത് എല്ലാവരെയും യാത്രയാക്കാനായിട്ട്, അവരെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ സന്തോഷം തോന്നി എല്ലാവരെയും കണ്ടപ്പോൾ. കാരണം നമ്മൾ പോകുമ്പോൾ സാധാരണ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമെങ്കിലും 2-3 വർഷത്തിനൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ് അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുക, അവരെ യാത്രയാക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വളരെയധികം, പോകുന്ന വ്യക്തിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കോവിഡ് വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഇല്ലാതായി. നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആണെങ്കിൽ ICAL അപ്രൂവൽ എന്തായാലും നിർബന്ധമാണ്. ഷാർജയ്ക്കാണെങ്കിൽ ICAL അപ്രൂവൽ നിർബന്ധമാണ്. ഒപ്പം കോവിഡ് ടെസ്റ്റ് നിർബന്ധമാണ്. എല്ലാ ഭാഗത്തും കോവിഡ് ടെസ്റ്റാണ് കൂടുതലായിട്ട് ചെക്ക് ചെയ്യുന്നത്, അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളുടെ ലഗേജൊക്കെ പോയി, ബോർഡിംഗ് പാസ് കിട്ടി, എല്ലാം ചെക്കിങ്ങും കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് ബാഗേജ് കൗണ്ടറിൽ നിന്ന് ലഗേജ് പോകുമ്പോൾ നമുക്ക് PP കിറ്റും അതുപോലെ തന്നെ ഷീൽഡൊക്കെ കിട്ടും. ഷീൽഡൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ടിക്കറ്റിൽ ഷീൽഡും അതുപോലെ തന്നെ മാസ്കും സാനിറ്റൈസറും ഈ PP കിറ്റൊക്കെ ഉണ്ടായിരിക്കും. PP കിറ്റ് നടുക്ക്, അതായത് ഫ്ലൈറ്റിൽ സെൻറ്റർ സീറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും PP കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ധരിച്ചിട്ട് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ അവർ വീണ്ടും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് മുന്നും നമ്മളെ കോവിഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോവിഡ് ടെസ്റ്റിൻ്റെ പേപ്പർ എപ്പോഴും കയ്യിലുണ്ടായിരിക്കുക. ഒപ്പം അവർ അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മുന്നേ നമുക്ക് വീണ്ടും ഒരു ഫോമും കൂടി തരും. ആ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഷാർജ എയർപോർട്ടിൽ കൊടുക്കേണ്ടതാണ്. ആ ഫോമിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പറും നമ്മുടെ ഫോൺ നമ്പറും ഹോം അഡ്രസ്സും ഒക്കെയാണുള്ളത്. അതായത് അത് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കോവിഡ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നത് നമ്മൾ കൊടുക്കുന്ന ആ അഡ്രസ്സും ആ ഫോൺ നമ്പറും അതിലേക്കാണ്. മെയിൽ ID ഒക്കെ കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മുടെ കോവിഡിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. അതിന് വേണ്ടിയാണ് ആ ഫോം നമുക്ക് തരുന്നത്. സ്പോൺസറുടെ നെയിം എഴുതണം. പിന്നെ നമ്മൾ ഷാർജയിലെ അഡ്രസ്സാണ് കേട്ടോ കൊടുക്കേണ്ടത്. നമ്മൾ നാട്ടിലെ അഡ്രസ്സ് എഴുതരുതേ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീറ്റിൽ തന്നെയാണ് നമ്മുടെ ബോക്സ് ഇരിക്കേണ്ടത്. അതായത് സ്നാക്സ് ബോക്സ് വെച്ചിട്ടുണ്ട് അവർ. പണ്ടത്തെ പോലൊന്നുമല്ല, നമ്മൾ എല്ലാ സീറ്റിലും അവർ വെച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യമൊക്കെ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരല്ലേ ചെയ്യാറ്. ഇപ്പം അങ്ങനെയല്ല, എല്ലാ സീറ്റിലും വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇപ്പോൾ കോവിഡൊക്കെ ആയ കാരണം അധികം കഴിക്കണമെന്നില്ല. അപ്പം ഞങ്ങൾ ഫ്ലൈ ചെയ്ത് നമ്മൾ ഇറങ്ങാനായി. ഇപ്പോൾ ഷാർജ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞങ്ങൾ തൊട്ടപ്പുറത്ത് സൈഡിൽ ഒരു ചേട്ടനാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്ത് കടന്നു. ഇതാണ് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറം ഭാഗം. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഹസ്ബൻഡോടെ ഞങ്ങളുടെ ട്രാവൽ വ്ലോഗ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.